രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ പിണറായിയുടെ മരുമോനായതുകൊണ്ട് മന്ത്രിസ്ഥാനം എന്ന പ്രചരണവും അത് കേരള നാട്ടിലോ ലോകത്താകമാനോ ഉള്ള ആരും ഇനി അറിയാനില്ല. എന്തൊരു വാർത്താ പ്രചരണമായിരുന്നു. ആ കാലം കടന്നുപോയി, പുതിയ കാലം എത്തി. ഇന്നലകളിൽ മുഹമ്മദ് റിയാസിനെ മരുമോനെ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ സ്വന്തം മന്ത്രിസഭയിൽ ആ മാന്യത കാട്ടണ്ടേ? ബന്ധു നിയമനങ്ങൾ ഒഴിവാക്കണ്ടേ? പക്ഷേ ആ ബന്ധു നിയമനം എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ പിറന്ന ബന്ധു നിയമനങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തു പറയേണ്ടയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ ഒളിപ്പിക്കുന്നത്. ജനം അതുകൂടി അറിയേണ്ടതുണ്ട്. റിയാസ് പിണറായിയുടെ മരുമോൻ എന്നുള്ള നിലയ്ക്ക് എന്തോ മോശം കാര്യമായിട്ട് പ്രചരിപ്പിച്ചിരുന്നവർ ഈ മന്ത്രിസഭയിൽ മക്കളും ചെറുമക്കളും ഭാര്യമാര് വരെ മന്ത്രിയായ കാര്യം എന്തേ പുറത്ത് ചർച്ചയാക്കുന്നില്ല? ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇതൊക്കെ ആകാം, എല്ലാ ഇടതുപക്ഷത്തിന് മാത്രം പാടില്ല. അതിലെന്തോ വാർത്താ പ്രാധാന്യമുണ്ട്. കാര്യം മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നതും ഏതാണ്? ഇപ്പോഴത്തെ അധികാരത്തിൽ വന്ന സർക്കാരിന്റെ മനോഭാവമുള്ളവരാണ്. അവരുടെ മനസ്സിൽ ഇടതുവിരുദ്ധതയാണ്. അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ചിലരുടെ എല്ലാം കുടുംബ പശ്ചാത്തലം അങ്ങ് മറച്ചു വെക്കുന്നത്. അതിൽ വനിതാ മന്ത്രിയായിട്ടുള്ള KA തുളസി കോങ്ങാട് MLA ആണ്. ആരാണ് KA തുളസി? നിലവിൽ പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠന്റെ ഭാര്യയാണ് മന്ത്രി. ആ മന്ത്രിസ്ഥാനം കിട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭർത്താവ് കോൺഗ്രസിൽ MP ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയാക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ മത്സരിക്കുമ്പോഴുണ്ടായ വികാരം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കണ്ടേ? അവിടങ്ങളിലാണ് മാധ്യമങ്ങൾക്ക് അത്തരം വികാരങ്ങൾ ഉണരേണ്ട കാര്യമില്ല. പിന്നീട് മറ്റൊന്ന്, മന്ത്രിയായിട്ടുള്ള അബ്ദുൾ ഗഫൂർ. അദ്ദേഹം കളമശ്ശേരിയിൽ മത്സരിച്ച് വിജയിച്ചതാണ്. കളമശ്ശേരിയിലെ അബ്ദുൾ ഗഫൂർ ആരെന്നറിയും? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ VK ഇബ്രാഹിം കുഞ്ഞെന്നൊരു PWD മിനിസ്റ്റർ ഉണ്ടായിരുന്നു, പൊതുമരാമത്ത് മന്ത്രി. ആ മന്ത്രിയുടെ മകനാണ് അബ്ദുൾ ഗഫൂർ. എത്ര മാധ്യമങ്ങൾ നിങ്ങളോട് ഇബ്രാഹിം കുഞ്ഞിന്റെ മകന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പദവി കിട്ടിയത് എന്ന് ചോദിച്ചോ? എന്ത് പാരമ്പര്യം എന്ന് ചോദിച്ചാൽ വാപ്പാന്റെ മകൻ. അതിനുശേഷം K മുരളീധരൻ, അദ്ദേഹം K കരുണാകരൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മകൻ എന്നുള്ള നിലയ്ക്കാണ്. അതായത് നിലവിൽ മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും എങ്ങനെയാണോ ചാണ്ടി ഉമ്മൻ വന്നത് അതേ വഴിയിൽ കുടുംബത്തിൽ നിന്ന് വന്നതാണ് K മുരളീധരൻ. അദ്ദേഹവും മന്ത്രിയായി. ദെൻ PK ബഷീർ ലീഗിന്റെ മന്ത്രിയാണ്. ഇദ്ദേഹം ആരുടെ പുത്രനാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പഴയ ലീഗ് മന്ത്രിയായിട്ടുള്ള സീതി ഹാജിയുടെ മകനാണ്. സീതി ഹാജിയുടെ മകൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? അദ്ദേഹത്തിന് ഈ മന്ത്രി പദവി കിട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വാപ്പാര മകൻ എന്ന ലേബലിൽ ഏറനാട് നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു. സീതി ഹാജിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നും നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനം കിട്ടുന്നതും ആ ലേബലിലാണ്. പക്ഷേ വാർത്തയല്ല. അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് ജയിച്ച് ഇപ്പോ മന്ത്രിയാകാൻ പോവുകയാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനൂപ് ജേക്കബ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? അച്ഛൻ പഴയ മന്ത്രിയായിരുന്നു. അച്ഛൻ മരണപ്പെട്ടപ്പോൾ കുടുംബത്തിൽ നിന്ന് മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അനൂപ് ജേക്കബ് തുടർച്ചയായിട്ട് വീണ്ടും മന്ത്രിയാകുന്നു. അപ്പോ അതും ബന്ധു നിയമനം. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അബു ജോൺ ജോസഫ്, നിങ്ങൾ ഇതുവരെ പേര് പോലും കേട്ടിട്ടുണ്ടാകില്ല. ഇപ്പോഴത്തെ നിയമസഭയിലെ ചീഫ് വിപ്പാണ്. ആരാണ് അബു ജോൺ ജോസഫ്? PJ ജോസഫ് എന്ന കേരള കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തപ്പോൾ കുടുംബത്തിൽ നിന്ന് മകൻ ആ സ്ഥാനത്തേക്ക് വരുന്നു. ഉടനടി തന്നെ അദ്ദേഹത്തിന് നിർണായകമായിട്ടുള്ള ഒരു പദവിയും കിട്ടുന്നു, ചീഫ് വിപ്പ് പദവി. നിയമസഭയ്ക്കകത്ത് ചീഫ് വിപ്പ് പദവിയിലേക്ക് എത്താൻ എന്ത് രാഷ്ട്രീയ പരിചയമാണ് ഉണ്ടായിരുന്നത്? പക്ഷേ ചർച്ചയല്ല, വാർത്തയല്ല. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ പാടില്ല. കേരളത്തിൽ പിണറായിയുടെ 1ഉം 2ഉം മന്ത്രിസഭകൾ എടുത്താൽ ഇത്രയും കുടുംബ നിയമനങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റും. അതാണ് ഇടതു സർക്കാരും വലതുപക്ഷ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. വലതുപക്ഷ സർക്കാരിൽ ഇത്തരം ബന്ധു നിയമനങ്ങൾ സംഭവിച്ചാൽ വാർത്തയല്ല, വിവാദമല്ല. അതൊക്കെ കുടുംബകാര്യങ്ങളല്ലേ, തറവാട്ടിൽ പിറന്നവരല്ലേ. മറ്റത് തൊഴിലാളി പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് എന്ത് ചെയ്താലും വിവാദമാകുകയും പിണറായിയുടെ മകളെ റിയാസ് വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള യോഗ്യതകളെല്ലാം റദ്ദാക്കപ്പെട്ടു. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് മന്ത്രിയായത്. പക്ഷേ അത് പിണറായിയുടെ മരുമോൻ എന്നുള്ള ഒറ്റ ലേബലിൽ കൊണ്ടുവന്ന് കെട്ടി അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ആ പ്രചരണവും ഇപ്പോഴുണ്ടാകുന്ന മൗനവും തമ്മിൽ നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. നമ്മുടെ നാട്ടിൽ ചിലര് മാത്രം ഓഡിറ്റബിൾ ആണ്, മറ്റു ചിലർക്ക് എന്തുമാകാമെന്നുള്ള മനോഭാവം. ഇതാണ് മാധ്യമ പ്രവർത്തനമെന്ന് മനസ്സിലാക്കിക്കോളൂ.